നിങ്ങൾ ഇന്നേതെങ്കിലും വിഷയത്തിൽ സങ്കടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഭാരം എന്തിനെ കുറിച്ച് ഓർത്തിട്ടാണ്? 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പ്രത്യേകിച്ച് നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ മനസ്സിൽ ഇപ്പോൾ തെളിയും. നിങ്ങളുടെ മകനെ കുറിച്ച് ഓർത്തിട്ടാവാം, നിങ്ങളുടെ മകളെ കുറിച്ച് ഓർത്തിട്ടാവാം, നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ച് ഓർത്തിട്ടാവാം, നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് ഓർത്തിട്ടാവാം, നിങ്ങളെ കുറിച്ച് തന്നെ ഓർത്തിട്ടാവാം. എന്നാൽ ഇതാ ജോബ് പഠിപ്പിക്കുന്നു, നമുക്ക് നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിന്റെ അയൽവാസികൾക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ചേ. 2 കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നിന്റെ വീടിന് ചുറ്റും താമസിക്കുന്ന അയൽവാസികളെ മനസ്സിൽ കാണണം. പലവിധ സ്വഭാവ രീതികളുള്ള, പല ജാതി മത ഭാഷയിലുള്ള നിന്റെ അയൽവാസികൾക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ കരങ്ങൾ ഉയർത്തുമ്പോൾ നിന്റെ വീട്ടിലേക്കാണ് അഭിഷേകം സംഭവിക്കുന്നത്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേന്ന് വിളിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചേ, നാവ് തുറന്നൊന്ന് വിളിച്ചേ. ജോബ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ ശല്യപ്പെടുത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ ഭാരപ്പെടുത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഒരു പുത്തൻ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിയണമേ, ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിയണമേ. ഓ ദൈവമേ, ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ അയൽവാസികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകം ചൊരിയണമേ, തടസ്സങ്ങൾ മാറണമേ, കെട്ടുകൾ അഴിയണമേ, ദൈവശക്തി ഉണ്ടാവണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ.